ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസ്സല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. സദഖല്ലാഹുൽ അലിയുൽ അലീം. ആദരണീയരായ സത്യവിശ്വാസിനികളെ, സർവാധിനാഥനും പ്രപഞ്ച സൃഷ്ടാവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിതം ക്രമീകരിക്കണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളിലായി നമ്മുടെ നാട് സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വിഷയങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ഇസ്ലാമിക സമൂഹം നേടിയെടുക്കേണ്ട തിരിച്ചറിവുകളെയും ആത്മവിശ്വാസത്തെയും ആത്മാഭിമാനത്തെയും കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ചകളിലെ ഖുതുബകളിലൂടെ നമ്മളും ചർച്ച ചെയ്തത്. ഇപ്പോഴും ഒടുങ്ങിയിട്ടില്ലാത്ത എല്ലാ സാഹചര്യങ്ങളിലും പിന്നെയും പിന്നെയും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, പിന്നെയും വ്യത്യസ്ത രൂപവും ഭാവവും പേറി നാം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം പ്രശ്നങ്ങളുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി അവൻ ഒരു സാമൂഹ്യ ജീവിയാണ്. സമൂഹത്തിൽ പരസ്പരം കൊണ്ടും കൊടുത്തും അറിഞ്ഞും അനുഭവിച്ചും സ്നേഹിച്ചും പരിഗണിച്ചും സാമൂഹ്യ ഘടനയെ നിർമ്മിച്ചെടുക്കുന്നവരാണ്. പക്ഷെ പലപ്പോഴും ഈ സാഹചര്യത്തിൽ നാം പരിശോധിച്ചു നോക്കുമ്പോൾ സാമൂഹ്യ ഘടനയെ നിലനിർത്തേണ്ട ഏറ്റവും അനിവാര്യ ഘടകമായ സ്നേഹവും വിട്ടുവീഴ്ചയും പരിഗണനയും എന്ന് വേണ്ട മാനുഷിക മൂല്യങ്ങൾ പലതും ചോർന്നുപോയിരിക്കുന്നു എന്ന വസ്തുത തിരിച്ചറിയാൻ കഴിയും. മനുഷ്യർക്കിടയിൽ രൂപപ്പെടേണ്ട സൗഹൃദത്തിന്റെ പാലത്തിന് പകരം വിഭജനത്തിന്റെയും വിഭാഗീയതയുടെയും മതിൽക്കെട്ടുകളാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. എന്നല്ല, മനുഷ്യന്റെ മനസ്സിൽ നിന്ന് സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, നന്മയുടെ, മൂല്യങ്ങളുടെ വെളിച്ചവും പലപ്പോഴും നഷ്ടപ്പെട്ടു എന്ന് കാണാം. കഴിഞ്ഞ ദിവസം ആസാമിലെ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് കുടിയൊഴിപ്പിക്കൽ ഏറ്റവും ഖേദകരമായ ഒരു കാഴ്ചയിലൂടെ നമുക്ക് കടന്നു പോകേണ്ടി വന്നു. പട്ടാളക്കാരുടെ അല്ലെങ്കിൽ നിയമപാലകരുടെ മുന്നിലേക്ക് തൊഴുകയോടെ ഓടിവരുന്ന നിരപരാധിയായ ഒരു മനുഷ്യൻ, അയാളുടെ ശരീരത്തിലേക്ക് വെടിയുതിർക്കുന്നു. വെടിയേറ്റ് വീണ മനുഷ്യന് ഒന്ന് പിടയാനുള്ള സ്വാതന്ത്ര്യം പോലും നൽകാതെ വേട്ടമൃഗങ്ങളെ പോലെ ചാടി വീണ്, ഇരയുടെ നേരെ ചാടി വീഴുന്ന വേട്ടമൃഗങ്ങളെ പോലെ അടിച്ചും തല്ലിയും കൊല്ലുന്നു. നിശ്ചലനായ ശരീരത്തിലേക്ക് ക്യാമറയും തൂക്കിയിട്ടൊരു മാധ്യമ പ്രവർത്തകൻ ചാടി വീഴുന്നു, താണ്ഡവ നൃത്തം ചവിട്ടു. പ്രിയമുള്ളവരെ, എത്രമാത്രം മനുഷ്യരുടെ മനസ്സിൽ നിന്ന് നന്മകൾ അസ്തമിച്ചു പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള ക്രൂരതകളിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ അവന് കഴിയുക എന്നതിനെ കുറിച്ച് നാം ഒന്ന് ആലോചിക്കണം. ഒരുപാട് ചിന്തനീയമായ വിഷയങ്ങൾ അത്തരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാനങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് പങ്കുവെക്കേണ്ടതുണ്ട്.
അവിടെ നിന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇസ്ലാമിക സമൂഹം ഇനിയും നേടിയെടുക്കേണ്ട ചില കാഴ്ചപ്പാടുകളെ കുറിച്ചാണ്. കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞതുപോലെ കലങ്ങിയ വെള്ളത്തിൽ മീൻ പിടിക്കുന്ന ഒരു സംഘമുണ്ട്. ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് നാസ്തികതയുടെയും യുക്തിവാദത്തിന്റെയും ഒക്കെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്ന, അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ ദീനിനെയും അള്ളാഹുവിന്റെ ദീനിന്റെ അധ്യാപനങ്ങളെയും ശരീഅത്തിനെയും ഒക്കെ 1400 വർഷങ്ങൾക്ക് മുൻപ് കഴിഞ്ഞുപോയ പഴഞ്ചനും ബോറുമായ ഒരു വസ്തുതയാണ് എന്ന് വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നവർ, മുസ്ലിം സമുദായത്തിലെ ധാരാളം ചെറുപ്പക്കാർ അവരുടെ വിഹഗഭൂമിയാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. പുതിയ പുതിയ സങ്കേതങ്ങൾ കടന്നു വരുമ്പോൾ അതിലേക്കൊരു വേള നാം ഒന്ന് കണ്ണു വായിച്ചാൽ എത്രമാത്രം ആഴവും പരപ്പുമുള്ളതാണ് ഇസ്ലാം വിരുദ്ധതയിൽ നിന്ന് രൂപപ്പെടുന്ന അത്തരം കേന്ദ്രങ്ങൾ എന്ന് നമുക്ക് ബോധ്യപ്പെടും. അഥവാ ഇസ്ലാമിന്റെ മേൽവിലാസത്തിൽ നിലകൊള്ളുന്ന ഒരു സമൂഹത്തിന്റെ ഉള്ളിൽ നിന്ന് നാസ്തികതയൊക്കെ തിടം വച്ച് വികാസം പ്രാപിക്കുന്നത് ദയനീയമായി പലപ്പോഴും നോക്കി നിൽക്കേണ്ടി വരും. പ്രിയമുള്ളവരെ, നാം ഇസ്ലാമിനെ കുറിച്ച് നാം തിരിച്ചറിയണം. ഒരു കവിതയുണ്ട്, നിങ്ങൾ ബിയറിൽ വെള്ളം ചേർക്കുക, അത് നുരഞ്ഞു പൊന്തും, അത് കുടിച്ചാൽ ലഹരി ബാധിക്കും. നിങ്ങൾ റമ്മിൽ വെള്ളം ചേർക്കുക, അത് നുരഞ്ഞു പൊന്തും, അത് കുടിച്ചാൽ ലഹരി ബാധിക്കും. നിങ്ങൾ വോഡ്കയിൽ വെള്ളം ചേർക്കുക, അത് നുരഞ്ഞു പൊന്തും, അത് കുടിച്ചാൽ ലഹരി ബാധിക്കും. അതുകൊണ്ട് ഇനിമേൽ നിങ്ങളാരും വെള്ളം കുടിക്കരുത് എന്നെഴുതിയതുപോലെ നിങ്ങൾ കൊലപാതകികളുടെ ലിസ്റ്റ് എടുക്കുക, അതിൽ മുസ്ലിങ്ങളുണ്ട്. നിങ്ങൾ മദ്യപാനികളുടെ ലിസ്റ്റ് എടുക്കുക, അതിൽ മുസ്ലിങ്ങളുണ്ട്. നിങ്ങൾ ബലാത്സംഗക്കാരുടെയും ക്രിമിനലുകളുടെയും ലിസ്റ്റ് എടുക്കുക, അതിൽ മുസ്ലിങ്ങളുണ്ട്. അതുകൊണ്ട് ഇനിമേൽ ഈ മുസ്ലിം സമൂഹത്തിന്റെ ഇസ്ലാമിലേക്ക് നിങ്ങൾ യാതൊരുവിധ ആഭിമുഖ്യവും പ്രകടിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്? മതം തിരിച്ചുള്ള കണക്കുകൾ, ഏതെല്ലാം വിധത്തിൽ ലഹരിയുമായി ബന്ധപ്പെട്ട മതം തിരിച്ച കൃത്യമായ കണക്കുകൾ മുഖ്യമന്ത്രി തന്നെയും പുറത്തുവിട്ടു. ക്രിമിനലുകൾക്കും തെറ്റുകൾക്കും മതമില്ല എന്ന ഒരു അടിവരയിട്ട് നാം തിരിച്ചറിയേണ്ട വസ്തുത വേറെയുമുണ്ട്. അതവിടെ നിൽക്കട്ടെ, അത് മറ്റൊരു സംഗതിയാണ്. പക്ഷെ ഇതിന്റെ എല്ലാം പിന്നിൽ നാം തിരിച്ചറിയേണ്ടത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ ചരിത്രവും മുസ്ലിങ്ങളുടെ ചരിത്രവും രണ്ട് ദിശയിൽ വായിച്ചെടുക്കേണ്ടതാണ്. കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞതുപോലെ ഷാ വലിയുല്ലാഹി ദഹ്ലവി എന്ന നവോത്ഥാന നായകൻ, മുജദ്ദിദ് എന്ന് പറയുന്ന ഷാ വലിയുല്ലാഹി ദഹ്ലവി ഇസ്ലാമിന്റെ ചരിത്രവും മുസ്ലിമിന്റെ ചരിത്രവും രണ്ടാണ് എന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. എന്നിട്ട് അതിനെ രണ്ടിനെയും മുന്നിൽ വെച്ചുകൊണ്ട് എവിടെയാണ് ഇസ്ലാമിന് സംഭവിച്ച അപജയമെന്നും അതോ മുസ്ലിമിനാണോ അപജയം സംഭവിച്ചത് എന്നും കൃത്യമായ വിലയിരുത്തലുകൾ നടത്തുന്നുണ്ട്. ഇവിടെ ഇസ്ലാമിക സമൂഹത്തിന്റെ ആളുകൾ എന്ന അർത്ഥത്തിൽ, ഉമ്മത്ത് മുസ്ലിമായ എന്ന അർത്ഥത്തിൽ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത് ഇസ്ലാം പഴഞ്ചനാണ്. ഇസ്ലാമിന് മനുഷ്യരോളം പഴക്കമുണ്ട്. ഇസ്ലാമിന് ഈ പ്രപഞ്ചത്തോളം അല്ലെങ്കിൽ ഈ പ്രകൃതിയോളം പഴക്കമുണ്ട്. അതേസമയം ഇസ്ലാമിന് സർഗാത്മകതയോളം പുതുക്കവുമുണ്ട്. എല്ലാ കാലഘട്ടത്തിലും ലോകം അഭിമുഖീകരിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളെയും അഡ്രസ് ചെയ്യാൻ കഴിയുന്ന, എല്ലാ പ്രതിസന്ധികളെയും നേരിടാൻ കഴിയുന്ന ഇസ്ലാമിന്റെ പരിഹാരങ്ങൾ വിശുദ്ധ ഖുർആനിന്റെയും
അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ ചര്യയുടെയും പിൻബലത്തോടുകൂടി നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാമിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അള്ളാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇസ്ലാം വിമർശകരായ ആളുകൾ ഉന്നയിച്ച ഒരു വലിയ അപവാദമുണ്ട്. മുഹമ്മദ് അബ്തറാണ്, മുഹമ്മദ് വേരറ്റവനാണ്, മുഹമ്മദ് ആൺമക്കളില്ലാത്ത പെൺമക്കൾ മാത്രം, അല്ലെങ്കിൽ ഫാത്തിമയും സൈനബും ഉമ്മു കുൽസുവും ഒക്കെ അടങ്ങുന്ന പെൺമക്കളെ മാത്രം ജനിപ്പിക്കാൻ കഴിഞ്ഞ ഒരു പിതാവ്, ആ പിതാവിന് ശേഷം പാരമ്പര്യം നിലനിർത്താൻ കഴിയാത്ത അബ്തർ അഥവാ കുറ്റിയേറ്റുപോയവനാണ്, വേരറ്റുപോയവനാണ് എന്ന് പരിഹസിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വേരറ്റുപോയവനാണ് എന്ന് പരിഹസിക്കുന്ന ആ സമൂഹത്തോട് അതേ നാണയത്തിൽ തിരിച്ചടിച്ചുകൊണ്ട് പറയുന്നത്, ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ലളിതമാണ് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ അധ്യായം. കേവലം 3 സൂക്തങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വരാൻ പോകുന്ന ഓരോ കാലഘട്ടങ്ങളിലും ഇസ്ലാമിത അസ്തമിക്കാൻ പോകുന്നു, ഇസ്ലാം പഴഞ്ചനാണ്, ഇസ്ലാമിന്റെ പിന്നാലെ നിൽക്കാൻ ആളുകളില്ല എന്നൊക്കെ ഭയവിഹ്വലരായി കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ, അല്ലെങ്കിൽ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ, അല്ല, നിങ്ങളാണ് അസ്തമിക്കാനുള്ളവർ, നിങ്ങളാണ് വേരറ്റു പോകാനുള്ളവർ, നിങ്ങളുടെ കാഴ്ചപ്പാടുകളും ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ മൂടുറക്കാൻ കഴിയാത്ത വിധം വേരറ്റു പോകാനുള്ളവയാണ്. അതേസമയം ഇസ്ലാമിനാകട്ടെ ആദർശത്തിന്റെ അടിത്തറയിൽ ഊന്നി ലോകത്തിന്റെ മുഴുവൻ പ്രശ്നങ്ങളുടെയും നേരെ അഭിമുഖീകരിക്കാൻ കഴിയുന്ന, അഡ്രസ് ചെയ്യാൻ കഴിയുന്ന ആർജവമുള്ള ഒന്നാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതുകൊണ്ട് വേരറ്റു പോകാനുള്ളതല്ല ഇസ്ലാം. ഇസ്ലാം യുക്തിവാദത്തിന്റെയോ നാസ്തികതയുടെയോ അതല്ലെങ്കിൽ ഇസ്ലാമിനേക്കാൾ വലിയ പരിഹാരങ്ങളെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ് കടന്നു വന്ന മറ്റു പല ഇസങ്ങളുടെയോ മുന്നിൽ അതിനെയെല്ലാം നിരാകരിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന ആർജവമുള്ളതാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ യുക്തിവാദം ഇസ്ലാം തന്നെയാണ്. അള്ളാഹുവും അള്ളാഹുവിന്റെ പ്രവാചകന്മാരും പഠിപ്പിച്ച ദീൻ യുക്തിഭദ്രമാണ്. അതിന് 3 സവിശേഷതകളുണ്ട്. ഒന്നാമതായി, ഇസ്ലാം പറയുന്ന ഓരോ കാര്യങ്ങളും ലോജിക്കായിരിക്കും എന്നതാണ്. അഥവാ ഇസ്ലാമിന് യുക്തിസഹമായി സമൂഹത്തെ അഭിമുഖീകരിക്കാൻ കഴിയും. കേവലം നിങ്ങൾ അന്ധമായി വിശ്വസിക്കുക, നിങ്ങൾ കേവലം അനുകരിക്കുക, നിങ്ങളതങ്ങോട്ട് ഉൾക്കൊണ്ടേക്കുക എന്നതല്ല ഇസ്ലാമിന്റെ നിലപാട്. നേരെ മറിച്ച് നിങ്ങളുടെ കണ്ണിലൂടെ നിങ്ങൾ കാണുന്ന, നിങ്ങളുടെ കാതിലൂടെ നിങ്ങൾ കേൾക്കുന്ന അതിന്റെ രണ്ടിന്റെയും അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് രൂപപ്പെടുന്ന ചില തീർച്ചപ്പെടലുകളുണ്ട്. ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഗർഭാശയത്തിൽ വെച്ച് ഒരു മനുഷ്യനെ രൂപപ്പെടുത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന, ആദ്യമായി ആ കുഞ്ഞിന് നൽകുന്നത് കേൾവിയാണ് എന്നും പിന്നീട് കാഴ്ചയാണ് എന്നും പിന്നീട് ഹൃദയത്തിന്റെ സംവേദന ശേഷിയാണ് എന്നും നമുക്കറിയാം. അതേ ക്രമത്തിൽ വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ്. മാത്രമല്ല, സംഅ എന്ന് പറഞ്ഞാൽ കേൾവി എന്നും ബസർ എന്ന് പറഞ്ഞാൽ കാഴ്ച എന്നും നാം വിലയിരുത്തുമ്പോൾ ഫുആദ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ഹൃദയം എന്നർത്ഥം പറയാറുണ്ട്. പ്രിയമുള്ളവരെ, കേവലം ഹൃദയം എന്നല്ല ഫുആദ് എന്ന പദത്തിന്റെ അർത്ഥം. ഫുആദ് എന്ന പദത്തിന്റെ അർത്ഥം ജ്വലിപ്പിച്ചു നിർത്താൻ കഴിയുന്ന, കത്തിച്ചു നിർത്താൻ കഴിയുന്ന, കണ്ണിലൂടെ കണ്ട കാഴ്ചയെയും കാതിലൂടെ കേട്ട അറിവിനെയും കേൾവിയെയും ജ്വലിപ്പിച്ചു നിർത്താനും പ്രശോഭിതമായി നിർത്താനും അതിൽ നിന്ന് രൂപപ്പെടുന്ന നിലപാടിനെ രൂപീകരിക്കാനും കഴിയുന്ന ഒരു ഇടമാണ് യഥാർത്ഥത്തിൽ ഫുആദ് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾക്ക് ഞാൻ അങ്ങനെയാണ് നിങ്ങളെ ഞാൻ ക്രമീകരിച്ചത്, നിങ്ങൾക്ക് ഞാൻ ഫുആദ് നൽകിയത് ഈ ഒരു തിരിച്ചറിവിന് വേണ്ടിയാണ്. നിങ്ങൾ വിശുദ്ധ ഖുർആൻ വായിക്കുന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നില്ല. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. നിങ്ങൾ അഗാധമായി ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ അന്വേഷിക്കുന്നില്ലേ, നിങ്ങൾ ചോദിക്കുന്നില്ലേ എന്നതാണ് ഇസ്ലാമിന്റെ നിലപാട്. ചോദ്യങ്ങൾ അസ്സുആലു മഫാത്തിഹുൽ ഇൽം, അഥവാ ചോദ്യങ്ങൾ അറിവിന്റെ താക്കോലുകളാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അള്ളാഹുവിന്റെ റസൂലെ,
ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ ഞങ്ങൾ താങ്കളോട് ചോദിക്കുന്നതിനേക്കാൾ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിന്നനിൽപ്പിൽ ഇല്ലാതായി പോകുന്നതാണ് എന്ന അർത്ഥത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില സഹാബാക്കൾ പറയുന്നുണ്ട്. അവരുടെ ഉള്ളിലുള്ള സംശയം അല്ലെങ്കിൽ അവർ അന്വേഷിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എത്രമാത്രം ഗൗരവപ്പെട്ടതായിരിക്കും എന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കൊടുക്കുന്ന മറുപടി, നിങ്ങളുടെ ഉള്ളിൽ അത്രമേൽ നിങ്ങൾ ഭയപ്പെടുന്ന ചോദ്യമുണ്ട് എങ്കിൽ നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നതിനേക്കാൾ പേടിയോടുകൂടി ചോദിക്കാതിരിക്കുന്നതിനെയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എങ്കിൽ, അങ്ങനെ ഒരു മനസ്സ് നിങ്ങൾക്കുണ്ട് എങ്കിൽ ആ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കണം. നിങ്ങളാണ് മുഅ്മിൻ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടിവരയിട്ടുകൊണ്ട് പറയുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഇസ്ലാം എന്ന് പറയുന്നത് ലോജിക്കായി മനുഷ്യ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്ന ഒന്നാണ്. അതിന് യുക്തിസഹമായ ചില ഇടപെടലുകളുണ്ട്. രണ്ടാമത്തേത്, ഇസ്ലാം ഒരിക്കലും മനുഷ്യനെ പിന്തിരിപ്പനായി കാണുന്നില്ല. മനുഷ്യന്റെ ചിന്താഗതികളെ പിന്നോട്ടടിപ്പിക്കാൻ ഇസ്ലാം എവിടെയും ഉദ്ദേശിക്കുന്നില്ല. ഇസ്ലാം പോസിറ്റീവായി, സർഗാത്മകമായി, സൗന്ദര്യാത്മകമായി മനുഷ്യനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വ്യവസ്ഥിതിയാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ പുരോഗതിയെ ലക്ഷ്യം വെക്കുന്ന, മനുഷ്യന്റെ ചിന്താപരമായ പുരോഗതി, മനുഷ്യന്റെ ശാരീരികമായ പുരോഗതി, മനുഷ്യന്റെ സാംസ്കാരികമായ പുരോഗതി, മനുഷ്യന്റെ കുടുംബപരമായ പുരോഗതി, മനുഷ്യന്റെ ആരോഗ്യപരമായ പുരോഗതി എന്നുവേണ്ട സർവതോന്മുഖമായ മേഖലകളെയും ഏറ്റവും നല്ല നിലയിൽ നോക്കിക്കാണുന്ന, ഏറ്റവും നല്ല നിലയിൽ വിമർശനാത്മകമായും രചനാത്മകമായും നോക്കിക്കാണുന്ന ഒരു കാഴ്ചപ്പാട് ഇസ്ലാമിനുണ്ട് എന്ന് കാണാൻ കഴിയും. എവിടെയും നിങ്ങളെ പിടിച്ച് പിന്നോട്ട് വലിക്കുന്ന ഒന്നല്ല ഇസ്ലാം. നിങ്ങളെ മുന്നോട്ട് നടക്കാൻ പ്രേരിപ്പിക്കുന്ന, നിങ്ങൾ എവിടെയും നിൽക്കാതെ നിങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കണമെന്ന്, സഞ്ചരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒന്നാണ് ഇസ്ലാം. ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുന്ന, നിങ്ങൾ ചടഞ്ഞുകൂടി ആലോചിച്ചു നോക്കൂ, കേവലം ആരാധനാകർമ്മങ്ങളിൽ ഒതുങ്ങുന്ന ഒന്നല്ലല്ലോ ഇസ്ലാം. എന്നല്ല, ആരാധനകൾക്കപ്പുറം, ചട്ടക്കൂടുകൾക്കപ്പുറം, ആ ചട്ടക്കൂടുകൾക്ക് ഉള്ളിൽ ഒതുങ്ങുന്ന ആത്മീയത കൊണ്ട് പുലിപ്പിക്കപ്പെടുന്ന ഒന്നാണ് ഇസ്ലാം. നമസ്കാരം ഒരു ചട്ടക്കൂടാണ്, ആരാധനകൾ ഒരു ചട്ടക്കൂടാണ്. ആ ചട്ടക്കൂടിനെ കുറിച്ച് എവിടെയും പ്രതിപാദിക്കപ്പെട്ടിട്ടില്ല. നിങ്ങൾ വിശുദ്ധ ഖുർആൻ പരിശോധിച്ചു നോക്കൂ. നമസ്കാരം എന്ന് പറയുന്ന കൃത്യമായ ഒരു രൂപമുള്ള, കൃത്യമായി നിർണയിക്കപ്പെട്ട ഘടനയുള്ള ആ നമസ്കാരത്തെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ അതിന്റെ രൂപം കാണാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതേസമയം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ആ ക്രമീകരണത്തിലൂടെ നമസ്കാരം അഭ്യസിച്ച ഒരു മനുഷ്യനിൽ നിന്നുണ്ടാകേണ്ട വ്യക്തിപരമായ, കുടുംബപരമായ, സാമൂഹികമായ, രാഷ്ട്രീയമായ എന്നുവേണ്ട ഈ സർവ്വലോകങ്ങളിലേക്കും വിഹരിക്കാൻ കഴിയുന്ന വിപ്ലവാത്മകവും ആത്മീയവുമായ പ്രതിഫലനങ്ങളെയാണ് വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നത്. രണ്ട് തലങ്ങളിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നു. ഒന്ന് വിപ്ലവാത്മകമാണ്, മറ്റൊന്ന് ആത്മീയ ഔന്നത്യത്തിൻ്റെതാണ്. ഇസ്ലാമിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അഥവാ കേവലം ഒരു കെട്ടിച്ചമക്കപ്പെട്ട അല്ലെങ്കിൽ കേവലം ഒരു ചട്ടക്കൂടിൽ ഒതുങ്ങാനുള്ളതല്ല ഇസ്ലാം. ആ ചട്ടക്കൂടിൽ നിന്ന് വിഹരിക്കുന്ന അതിന്റെ ആത്മീയമായ വിശാലതയുണ്ട്. ആ വിശാലത നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ മാത്രം പ്രേരിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇസ്ലാമിന്റെ രണ്ടാമത്തെ സവിശേഷത പുരോഗമനാത്മകമാണ്, പോസിറ്റീവാണ്, സൗന്ദര്യാത്മകമാണ്, താളാത്മകമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. മൂന്നാമത്തെ അതിന്റെ സവിശേഷത, ഇസ്ലാമിനൊരു മൊറാലിറ്റി ഉണ്ട്, ഇസ്ലാമിനൊരു ധാർമ്മികതയുണ്ട്. ആ ധാർമ്മികതയെ നിരാകരിച്ചുകൊണ്ട് ഒരിടപെടലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് നാർക്കോട്ടിക് ജിഹാദ് കടന്നു വരുമ്പോ നാം പറഞ്ഞത്, ഇസ്ലാം ചെറുതായാലും വലുതായാലും ലഹരിയെ തീർത്തും നിരാകരിക്കുന്നു എന്നല്ല. അത് റിജ്സും മിൻ അമലി ശൈത്താൻ, പൈശാചികമായ പ്രക്രിയയിൽപ്പെട്ടതാണ്, മാലിന്യത്തിൽപ്പെട്ടതാണ്. അതിനെ നിങ്ങൾ തീർത്തും വെടിയണം എന്ന് ഒരു വേള ഒരു പടി കൂടി കടന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലഹരി ബാധിപ്പിക്കുന്നതിനെ മൊത്തത്തിൽ പ്രയോഗിച്ചുകൊണ്ട് അതൊക്കെയും തിന്മകളുടെ മാതാവാണ് എന്ന് പഠിപ്പിക്കുന്നിടത്ത് ഇസ്ലാം എത്തി നിൽക്കുന്നു. അഥവാ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ധാർമ്മികമായി മാത്രമേ ഇടപെടാൻ കഴിയൂ. അതവന്റെ സംസാരത്തിൽ ഉണ്ടാകണം. നാം ആലോചിച്ചു നോക്കണം. നാം പലപ്പോഴും സോഷ്യൽ മീഡിയകളിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടൊരു കമന്റ് ഇട്ടാൽ
അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകനെ അവഹേളിച്ചുകൊണ്ടൊരു കമന്റ് ഇട്ടാൽ അവന് നാം മറുപടി കൊടുക്കുമ്പോൾ ചിലപ്പോൾ സഭ്യതയുടെ സീമകൾ നാം ലംഘിച്ചു പോകും, ചിലപ്പോൾ അസഭ്യം നമ്മൾ പറഞ്ഞു പോകും. എന്നിട്ട് നമ്മൾ പറയും എങ്ങനെയാണ് പറയാതിരിക്കുക എന്ന് നാം ആലോചിക്കും. പ്രിയമുള്ളവരെ, അവിടെയും നമ്മൾ പഠിക്കേണ്ട പാഠമുണ്ട്. യാ ഇബ്ന സൗദാ എന്ന്, കറുത്തവളുടെ പുത്ര എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടതോഴൻ എന്നൊക്കെ പറയാവുന്ന ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ അബൂദർ അൽ ഗഫാരി റളിയല്ലാഹു അൻഹു വിളിച്ച സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്നക റജുലുൻ ഫീക ജാഹിലിയ എന്നാണ്. നീ ഒരു കറുത്തവളുടെ പുത്ര എന്ന് കറുത്ത ബിലാലിന്റെ വാപ്പയും ഉമ്മയും കറുത്തതാണ്. എന്നിട്ടും കറുത്തവളുടെ പുത്ര എന്ന് വിളിക്കുമ്പോ നീ ഒരു മനുഷ്യനാണ്, നിന്നിൽ ഇപ്പോഴും ജാഹിലിയത്തുണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തുന്നുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ, ധാർമ്മികതയുടെ സീമകൾ സത്യവിശ്വാസികളുടെ ജീവിതത്തിലുണ്ട്. അവർക്ക് ആ ധാർമ്മികത മാറ്റിവെച്ചുകൊണ്ട് അത് ഫേസ്ബുക്കിലായാലും വാട്സപ്പിലായാലും ക്ലബ് ഹൗസിലായാലും ട്വിറ്ററിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും അതിന്റെ കമന്റ് ബോക്സുകളിൽ, ആരോരും കാണാത്ത കമന്റ് ബോക്സുകളിലും അള്ളാഹുവിന്റെ നോട്ടമുണ്ട് എന്ന തിരിച്ചറിവോടുകൂടി ധാർമ്മികതകൾ പാലിച്ചേ മതിയാകൂ. അത് ഇസ്ലാമിന്റെ സ്വഭാവമാണ്. അതുകൊണ്ടാണല്ലോ നമുക്കറിയാവുന്ന നമ്മുടെ സമീപ പ്രദേശത്തുള്ള പണ്ഡിതന്മാർ പോലും പറഞ്ഞു വെച്ചത് നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട് എങ്കിൽ അങ്ങനെ ഒരു ജിഹാദിലൂടെ ആരെങ്കിലും മതം മാറ്റിയിട്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ ആ ജിഹാദും ഇസ്ലാമികമല്ല, ആ നാർക്കോട്ടിക് ഇടപെടലും ഇസ്ലാമികമല്ല, അവരുടെ വരവും ഇസ്ലാമികമല്ല. അതുകൊണ്ട് കൊണ്ടുവന്നവരും ആ വന്നവരും ഒക്കെ തിരിച്ചു പോയിക്കൊള്ളട്ടെ എന്നതാണ് ഇസ്ലാമിന്റെ നിലപാട്. അത്രയേ നമുക്കതിനെ കുറിച്ച് പറയാൻ കഴിയൂ. ഞാൻ പറഞ്ഞു വന്നത്, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ചില യുക്തിഭദ്രമായി നിലകൊള്ളാൻ, പോസിറ്റീവായി നിലകൊള്ളാൻ, ധാർമ്മികമായി നിലകൊള്ളാൻ കഴിയുന്ന അതിജീവനപരതയുള്ള ഒന്നാണ് ഇസ്ലാം എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതിനെ ഇങ്ങനെയൊക്കെ വരുമ്പോ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ വലിയ പേടിയോടുകൂടി ഇസ്ലാമിനെ നോക്കിക്കാണുന്ന ഒരു സമൂഹമുണ്ട്. അവർ ഇസ്ലാം ഭീതി വളർത്തിക്കൊണ്ടിരിക്കുന്നു, ഇസ്ലാമിക സമൂഹത്തിലും ഭീതി വളർത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ സാധ്യമല്ല, നിങ്ങൾക്ക് ഇവിടെ നിലനിൽക്കാൻ സാധ്യമല്ല. തീർച്ചയായും സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, ഇതൊരു വലിയ പ്രഖ്യാപനമാണ്. ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമസ്കാരത്തിൽ 5 നേരം അള്ളാഹുവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയുന്ന ഈ വാക്യമുണ്ടല്ലോ, എന്റെ നമസ്കാരം, എന്റെ ആരാധനാകർമ്മങ്ങൾ, എന്റെ ജീവിതം, എന്റെ കൊള്ളക്കൊടുക്കുകൾ, എന്റെ ഇടപാടുകൾ ഒക്കെയും സർവാധിനാഥനായ അള്ളാഹുവിനുള്ളതാകുന്നു. ആ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചേരുംപടി ചേർക്കപ്പെട്ട ജീവിതം അവന് സാധ്യമല്ല. ചേരുംപടി ചേർക്കപ്പെട്ട ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, പലപ്പോഴും പറഞ്ഞു വച്ചിട്ടുള്ളത് പോലെ പഠിക്കാതെ വിദ്യാലയത്തിൽ പരീക്ഷ എഴുതാൻ ചെന്ന കുട്ടി ഒരു ഭാഗം അടച്ചു പിടിച്ചിട്ട് കണ്ണടച്ച് പേന കറക്കി കുത്തിയിട്ട് ഗാന്ധിജിയുടെ നേരെ കണ്ടാമൃഗം എന്ന ഉത്തരം എടുത്തെഴുതിയവനെ പോലെ ചേരുംപടി ചേർക്കപ്പെട്ട ഒരു സമൂഹമായി മുസ്ലിം സമൂഹത്തിന് ജീവിക്കാൻ സാധ്യമല്ല. എന്റെ ജീവിതം അല്ലാഹുവിനാണെങ്കിൽ, എന്റെ ആരാധനകൾ അല്ലാഹുവിനാണെങ്കിൽ, എന്റെ പ്രാർത്ഥനകൾ അല്ലാഹുവിനാണെങ്കിൽ, എന്റെ മരണം അല്ലാഹുവിനാണ് എങ്കിൽ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളും അല്ലാഹുവിനാണെങ്കിൽ ആ അല്ലാഹു ആയിരിക്കണം, ആ അല്ലാഹുവിന്റെ സംസ്കാരമായിരിക്കണം എന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് എന്ന് ഒന്നാമതായി സത്യവിശ്വാസികൾ തിരിച്ചറിയണം. മാത്രമല്ല, നാം ആലോചിച്ചു നോക്കൂ, ഈ നാസ്തികതയുടെയൊക്കെ കടന്നുവരവുണ്ടാകുമ്പോ 7-8 നൂറ്റാണ്ടുകാലം ഇസ്ലാമിന്റെ അമവി ഖിലാഫത്തിന്റെ കേന്ദ്രമായിരുന്ന സിറിയയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? 8 നൂറ്റാണ്ട് 800 വർഷക്കാലം ഇസ്ലാമിന്റെ കേന്ദ്രമായിരുന്നു. ആ ഡമാസ്കസിൽ ഒരു കാലഘട്ടത്തിൽ തുർക്കി ഖിലാഫത്ത് അവസാനിക്കുന്ന ഘട്ടത്തിൽ അവിടുത്തെ ചെറുപ്പക്കാരൊക്കെയും വലിയ ഒരു ശവമഞ്ചം തലയിലേറ്റിയിട്ട് മുദ്രാവാക്യം വിളിച്ച് ഡമാസ്കസിലെ ആളൊഴിഞ്ഞ കേന്ദ്രത്തിൽ കബറടക്കം ചെയ്തതിനെ കുറിച്ച് നാം വായിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാകും. ആ ശവമഞ്ചത്തിൽ വലിയ അക്ഷരത്തിൽ അവർ എഴുതിയിരുന്നത് അല്ലാഹു എന്നായിരുന്നു. അല്ലാഹു മരിച്ചിരിക്കുന്നു, അല്ലാഹുവിനെ ഞങ്ങൾ കബറടക്കിയിരിക്കുന്നു എന്ന് തികഞ്ഞ യുക്തിഭദ്രമാണ് എന്നവർ വിശ്വസിക്കുന്ന നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ അല്ലാഹുവിനെ കബറടക്കി എന്ന് പ്രഖ്യാപിച്ചവരുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിച്ചു നോക്കൂ, അങ്ങനെ ഒരു കാലഘട്ടത്തെയാണ് ഇപ്പോൾ ഞാനും നിങ്ങളും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഐക്യപ്പെടലിന്റെ അനിവാര്യത. വളരെ പക്വമായ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്ലാമിക സംഘടനകളുടെ നേതാക്കൾ ഒരുമിച്ചിരുന്നെടുത്ത തീരുമാനം ഇസ്ലാമിക കേരളത്തിന് അല്ലെങ്കിൽ ഇസ്ലാമിക ലോകത്തിന് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. എന്തുകൊണ്ടും ഏറ്റെടുക്കാവുന്ന
ഈ നാർക്കോട്ടിക് ജിഹാദ് വിഷയത്തിൽ പാലയിലെ അച്ഛൻ നൽകിയ പ്രസ്താവനയ്ക്കെതിരെ എടുത്ത തീരുമാനം എന്തുകൊണ്ടും പ്രശംസനീയമായ ഒരൽപ്പം വൈകിപ്പോയി എന്ന് ഒഴിച്ചു നിർത്തിയാൽ ഇസ്ലാമിക സമൂഹത്തിന്റെ ഐക്യം, പണ്ഡിതന്മാർക്കിടയിലെ ഐക്യം എന്ന് പറയുന്നത് ഈ സമുദായത്തിന് വഴി കാണിക്കാൻ പോകുന്നതാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കണം. കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ പറഞ്ഞു വെച്ച ഒരു ചരിത്രമുണ്ട്. മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി ഖുദ്സ് വിമോചകനാണ്. ആ ഖുദ്സ് വിമോചകനായ സലാഹുദ്ദീൻ അയ്യൂബിയുടെ ഖബറിൽ കുരിശ് സേനയുടെ നായകൻ വന്ന് മൂത്രമൊഴിച്ചിട്ട് നടത്തിയ ഒരു പ്രഖ്യാപനമുണ്ട്. പുഷ്പാർച്ചന നടത്തിയിട്ടല്ല, മൂത്രമൊഴിച്ചിട്ട് നടത്തിയത്. സലാഹുദ്ദീൻ, താങ്കളെപ്പോലെ ഒരു മനുഷ്യൻ ഇനിയും ഈ സമുദായത്തിൽ ഉയർന്നു വരാൻ പാടില്ല. താങ്കളെപ്പോലെ സലാഹുദ്ദീനെ പോലെയുള്ള ഒരാളും ഇനി ഈ സമുദായത്തിൽ ഉണ്ടാവുകയില്ല. അതിനുള്ള പണി ഞങ്ങൾ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇനിയൊരു സലാഹുദ്ദീനില്ല. ഇനിയൊരു സലാഹുദ്ദീനും വരാത്ത വിധം എല്ലാ സലാഹുദ്ദീന്മാരുടെയും ആത്മാക്കളെ ഞങ്ങളിതാ ഇവിടെ ഖബറടക്കം ചെയ്തിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന്റെ ഖബറിൽ മൂത്രമൊഴിച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രഖ്യാപനമുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു മടങ്ങിവരവ് സലാഹുദ്ദീൻ അയ്യൂബിമാരെ പോലെ ആത്മാഭിമാനം തിരിച്ചു പിടിക്കാൻ കഴിയുന്ന കുറേയധികം ആളുകൾ ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ടാകണം. നേതൃത്വം ഒരുമിച്ച് നിൽക്കണം. ആ ഒരുമിച്ച് നിൽക്കുക എന്നത് ചരിത്രപരമായി അവിടെയും ചരിത്രമുണ്ട്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ധാരാളം കേട്ട് പരിചയമുള്ള അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവും മുആവിയയും തമ്മിലുള്ള ഏറ്റുമുട്ടലുണ്ടല്ലോ. അതിശക്തമായ ഘോരമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കെ മുആവിയയുടെ കയ്യിലേക്ക് ഹിർക്കലിന്റെ ഒരു കത്ത് കിട്ടുകയാണ്. മുആവിയ ആ കത്ത് വായിച്ചു നോക്കുമ്പോ മുആവിയക്കുള്ള സഹായ വാഗ്ദാനമായിട്ട് ഹിർക്കൽ എഴുതിയിരിക്കുന്നു: എന്റെ രാജ്യത്ത് നിന്ന് ഒരു സൈന്യത്തെ താങ്കളെ സഹായിക്കാൻ, അലിക്കെതിരിൽ താങ്കളെ പിന്തുണക്കാൻ കഴിയുന്ന ഒരു സൈന്യത്തെ ഞാൻ പറഞ്ഞയക്കട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് കത്തെഴുതിയിരിക്കുകയാണ്. ആ കത്തിന് ഒട്ടും വൈകാതെ അദ്ദേഹം കൊടുക്കുന്ന മറുപടി: ഹിർക്കൽ, താങ്കൾക്കുള്ള മറുപടി ഇതാണ്: എനിക്കും അലിക്കുമിടയിൽ ഞങ്ങൾ പരസ്പരം ശരിയെന്ന് വിശ്വസിക്കുന്ന ചില വിഷയങ്ങളിൽ തർക്കങ്ങളുണ്ട്. എന്റെയും അലിയുടെയും ഇടയിൽ ഞങ്ങൾ പരസ്പരം ശരിയെന്ന് വിശ്വസിക്കുന്ന ചില വിഷയങ്ങളിൽ തർക്കങ്ങളുണ്ട്. ആ തർക്കങ്ങളുടെ പേരിൽ ഞങ്ങൾ ഏറ്റുമുട്ടിയേക്കാം. എന്നാൽ അതിന്റെ പേരിൽ ഞങ്ങൾക്കിടയിൽ മുതലെടുക്കാനാണ് താങ്കളുടെ ശ്രമമെങ്കിൽ താങ്കൾക്കെതിരെ ഞാൻ അർസൽനാ ഇലൈക ജയ്ഷൻ, ഒരു സൈന്യത്തെ താങ്കളിലേക്ക് ഞങ്ങൾ പറഞ്ഞയക്കും. അലിയൻ ഖായിദുഹു, ആ സൈന്യത്തിന്റെ നേതാവായിട്ട് ഞാൻ ചുമതലപ്പെടുത്തുക അലിയെ ആയിരിക്കുമെന്ന് മുആവിയ റളിയല്ലാഹു അൻഹു പറയുന്നു. നമ്മൾ ആലോചിച്ചു നോക്കൂ, ഇസ്ലാമിക സമൂഹത്തിന്റെ തിരിച്ചറിവ് എന്ന് പറയുന്നത് അവിടെയാണ് നാം കാണേണ്ടത്. അഥവാ പരസ്പരം ഏറ്റുമുട്ടുമ്പോ അവർക്കെതിരിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ചോദിക്കുമ്പോ, അങ്ങനെ നിങ്ങൾ പരസ്പരം ഞങ്ങളെ പോരടിപ്പിച്ചിട്ട് മുതലെടുക്കാനാണ് ശ്രമിക്കുന്നത് എങ്കിൽ നിങ്ങൾക്കെതിരിൽ ഒരു സൈന്യത്തെ നിയോഗിച്ചാൽ ആ സൈന്യത്തിന്റെ നേതൃപദവിയിൽ അലിയായിരിക്കും ഞാൻ ചുമതലപ്പെടുത്തുക എന്ന് മുആവിയ പറയുന്നിടത്തേക്ക് ചരിത്രം നമുക്ക് വെളിച്ചം വീശുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ സൂചിപ്പിച്ചത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നാം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ, പരീക്ഷണങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ഒരു പിടി ആയത്തുകൾ പങ്കുവെച്ചുകൊണ്ട് പ്രതീക്ഷയും പ്രത്യാശയും പകർന്നു നൽകുന്നുണ്ട്. ഇന്നാ അഅ്തൈനാകൽ കൗസർ, അവർ തന്നെയാണ് വേരറ്റു പോകാനുള്ളത് എന്ന് പറയുന്നിടത്ത് നിന്ന് അങ്ങനെയുള്ള ആളുകളൊക്കെ ഫമാ ബക്കത്ത് അലൈഹിമുസ് സമാഉ വൽ അർള് എന്ന് പറയുന്ന മറ്റു ചില ആയത്തുകൾ കാണാൻ കഴിയും. ലോകത്ത് ഒരുപാട് ഏകാധിപതികൾ, ഇങ്ങനെ കൈകാര്യം ചെയ്ത ഏകാധിപതികൾ കടന്നുപോയിട്ടുണ്ട്. ഒരിടത്ത് അങ്ങനെയാണ്. മറ്റൊരിടത്ത് ഒരുപാട് സമ്പത്തിന്റെയും അനുഗ്രഹങ്ങളുടെയും കൂമ്പാരമുണ്ടായിരുന്ന ആളുകൾ കടന്നുപോയിട്ടുണ്ട്. അവരൊക്കെയും കടന്നുപോയിട്ട് ആകാശമോ ഭൂമിയോ അവർക്ക് വേണ്ടി ഒരു തുള്ളി കണ്ണുനീര് പോലും പൊഴിച്ചിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. പിന്നെയും കാണാൻ കഴിയും തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. ആരായിരുന്നു അബൂ ലഹബ് എന്നത് ചരിത്രം വിശുദ്ധ ഖുർആനിലൂടെ പിന്നെയും നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. അബൂ ലഹബ് ഏറ്റവും കൊടിയ ശത്രുവായിരുന്നു. അബൂ ലഹബ് ഇസ്ലാമിനെ എങ്ങനെ ഇല്ലാതാക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബാംഗമായിരിക്കെ ഏറ്റവും ആദ്യം തന്നെ സഫാ കുന്നിന്റെ താഴ്വരയിൽ നിന്ന് തബ്ബല്ലക യാ മുഹമ്മദ് അലിഹാദ ജമഅതനാ എന്ന് ചോദിച്ച് അള്ളാഹുവിന്റെ റസൂലിനെ അട്ടിയോടിക്കാൻ തുനിഞ്ഞിറങ്ങിയവനാണ്. എന്നല്ല, അബൂ ലഹബ് കല്ലെറിഞ്ഞിടത്ത് അബൂ ലഹബ് അള്ളാഹുവിന്റെ റസൂലിന് നേരെ കല്ലെറിയുമ്പോ
ആ കല്ലെറിയുന്നതിൽ നമ്മളാരും ഇടപെടേണ്ടതില്ല, അത് മൂത്താപ്പയും പേരക്കുട്ടിയും തമ്മിലുള്ള ഇടപെടലാണ് എന്ന് പറഞ്ഞ് മാറി നിന്ന അറബികളുടെ ചരിത്രമുണ്ട്. അവരാരും അതിൽ ഇടപെടാൻ തയ്യാറായിരുന്നില്ല. ആ അബൂലഹബിനെ പരിചയപ്പെടുത്തിയിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു, അഥവാ ഇസ്ലാമിന്റെ ആദ്യത്തെ വർത്തമാനം പറയുമ്പോ അവിടം കൊണ്ട് അവസാനിക്കണമെന്ന് കരുതി കല്ലെറിഞ്ഞ അബൂലഹബിനെ പരിചയപ്പെടുത്തിയിട്ട് പറയുന്നു, തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. എത്ര വിശദമായിട്ട് അല്ലെങ്കിൽ എത്ര ലളിതമായിട്ട് വിശുദ്ധ ഖുർആൻ അത് പറഞ്ഞു. അബൂലഹബിന്റെ 2 കൈകളും നശിച്ചിരിക്കുന്നു, അബൂലഹബിന്റെ സമ്പത്ത് അവന് പ്രയോജനം ചെയ്തിട്ടില്ല. എന്നിട്ട് ആ ചരിത്രം ഇങ്ങനെ നമുക്ക് മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന വിധത്തിൽ ചരിത്ര ഗ്രന്ഥങ്ങൾ പറഞ്ഞു തരികയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നത് ഇസ്ലാമിക സമൂഹം ചരിത്രത്തിലേക്ക് നോക്കണം. ഇസ്ലാമിക സമൂഹം ചരിത്രത്തിലേക്ക് നോക്കിയിട്ട് വർത്തമാനത്തെ വിലയിരുത്തണം. ഇസ്ലാമിക സമൂഹത്തിന്റെ സ്ഥിതിഗതികളെ, അവരുടെ ഭാവിയെ ക്രമീകരിക്കാൻ, അവരെ ഡിസൈൻ ചെയ്യാനായിട്ട് ചരിത്രത്തിൽ നിന്ന് ഉൾക്കൊള്ളുന്ന പാഠങ്ങളുടെ വെളിച്ചത്തിൽ അവർക്ക് കഴിയേണ്ടതുണ്ട്. ഒരുമിച്ച് നിൽക്കുന്ന, പരസ്പരം കൈകോർത്തു നിൽക്കുന്ന, പരസ്പരം തോളോട് തോളുരുമി ഒരു സഫിൽ ഒരു ഇമാമിനോടൊപ്പം നിൽക്കുന്നത് പോലെ, ഇമാം സലാം വീട്ടിയാലേ ഞാൻ പിരിഞ്ഞു പോകൂ, ഇമാമിനേക്കാൾ മുൻപ് എനിക്ക് ധൃതിയുണ്ട്, എനിക്ക് തിരക്കുണ്ട്, എനിക്ക് ആ ഇമാമിനോട് യോജിക്കാൻ കഴിയില്ല, അതുകൊണ്ട് അയാളെക്കാൾ മുൻപ് ഞാൻ സലാം വീട്ടാൻ പാടില്ല എന്ന ഒരു ബോധം ഒരു സത്യവിശ്വാസിയുടെ മനസ്സിൽ നമസ്കാരത്തിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന അച്ചടക്കവും ഐക്യവും സ്നേഹവും ഉണ്ടല്ലോ, ആ സ്നേഹവും ഐക്യവും ലോകത്ത് നിലനിർത്താൻ കഴിഞ്ഞാൽ ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർ വിജയത്തിന്റെ പാതയിലേക്ക് കടന്നു വരും. പ്രിയമുള്ളവരെ, തീർത്തും നാം തിരിച്ചറിയേണ്ടത് ഇതൊന്നും മറ്റൊരു സമൂഹത്തെ നശിപ്പിച്ചുകൊണ്ട് നേടിയെടുക്കാനുള്ളതല്ല, ഒരു സമൂഹത്തോട് ശത്രുതയോടുകൂടി ഇടപെട്ടുകൊണ്ട് നേടിയെടുക്കാനുള്ളതല്ല, ഒരു സമൂഹത്തിന്റെ മേൽ വിദ്വേഷ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് നേടിയെടുക്കാനുള്ളതല്ല, ഒരു സമൂഹത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട്, അവരുടെ ആരാധനാലയങ്ങൾ ഇല്ലായ്മ ചെയ്തുകൊണ്ട്, അവരുടെ ആരാധനാമൂർത്തികളെ അപഹസിച്ചുകൊണ്ട് നേടിയെടുക്കാനുള്ളതല്ല. സ്നേഹത്തോടുകൂടി, ഐക്യത്തോടുകൂടി, വിനയത്തോടുകൂടി, പ്രാർത്ഥനയോടുകൂടി, ഗുണകാംക്ഷയോടുകൂടി, നല്ല നല്ല ഇടപെടലുകളോടുകൂടി മാത്രം നേടിയെടുക്കാനുള്ള വിശാലമായ ഒരു സൗഹൃദത്തിന്റെ ആകാശമാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളോട് പറയുന്നത്. അത് പ്രതീക്ഷയാണ്, അത് സത്യവിശ്വാസികളുടെ മുമ്പിൽ സ്വപ്നമാണ്, അത് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നേടിയെടുക്കാനുള്ളതാണ്. അവരുടെ സഞ്ചാരം അവിടേക്കാണ് എന്നുകൂടി നാം തിരിച്ചറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പരീക്ഷണങ്ങളെയും അതിജയിക്കാൻ കഴിയുന്ന, എല്ലാ പരീക്ഷണങ്ങൾക്കും അപ്പുറം അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന നല്ല സത്യവിശ്വാസികളായി ജീവിച്ച് നല്ല സത്യവിശ്വാസികളായി മരണപ്പെടാൻ ഭാഗ്യം സിദ്ധിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.